വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീ കെ സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇപ്പോഴുള്ളത് മലപ്പുറം വണ്ടൂരിലാണ്. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്കാണ്. കടുത്ത പ്രചാരണമാണ് എല്ലാ മുന്നണികളെയും സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം? വളരെ ശക്തമായിട്ടുള്ള പ്രചാരണമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ജനവികാരമുണ്ട്. അദ്ദേഹം മണ്ഡലത്തെ അവഗണിച്ചു എന്നുള്ള പരാതി കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് DCC ജനറൽ സെക്രട്ടറി വയനാടിൻ്റെ ദീർഘകാലമായിട്ട് കോൺഗ്രസിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്ന സുധാകരനും അദ്ദേഹത്തിൻ്റെ അനുയായികളും BJPയിൽ ചേർന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗിനാണെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. അതായത് ലീഗ് ഇല്ലെങ്കിൽ വയനാട്ട് UDF വട്ടപൂജ്യമാണ്. മുസ്ലിം ലീഗ് ഇല്ലാത്ത UDF എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അവിടെ ഒരു സ്വാധീനവും ഇല്ല. കോൺഗ്രസ് വെറും ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. പക്ഷേ നോക്കൂ, നിങ്ങൾ രാഹുൽ ഗാന്ധി പറയുകയാണ്, നിങ്ങളുടെ കൊടി ഇവിടെ ഉയർത്തിയാൽ മോദിജി അവിടെ വലിയ പ്രചരണമാക്കും. മോദിജിയുടെ പ്രചാരണത്തെ അദ്ദേഹം ആർജവത്തോടെ അതിന് മറുപടി പറയല്ലേ വേണ്ടത്. അദ്ദേഹം പറയണമായിരുന്നു, ലീഗ് ഞങ്ങളോടൊപ്പം എത്രയോ പതിറ്റാണ്ടായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, UDFൻ്റെ നെടുന്തൂണാണ്, ലീഗ് BJP പറയുന്നത് പോലെ അത്ര വർഗീയമല്ല എന്നൊക്കെ പറയേണ്ടിയിരുന്ന രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? നിങ്ങൾ കൊടി ഉയർത്തണ്ട, ഞങ്ങളെ കൊടിയും ഉയർത്തുന്നില്ല. നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ പര അപമാനമുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ യോഗങ്ങളിൽ മാത്രമല്ല, KSUവിന് പറയുകയാണ് MSFൻ്റെ കൊടി ഉയർത്തരുത്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഇതൊരു തരത്തിൽ വഞ്ചനാപരമായ ഒരു രാഷ്ട്രീയമാണെന്നാണ് ജനങ്ങൾ. അതിപ്പോൾ CPM ലീഗിൻ്റെ കൊടിയായിട്ട് പോവാണ്. നോക്കൂ, ഇതിൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ചതി എന്ന് പറയുന്നത്, അദ്ദേഹം അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കും. അതിനിവിടെ ആരും കുഴപ്പമില്ല, അദ്ദേഹം എത്ര സീറ്റിൽ വേണമെങ്കിൽ മത്സരിച്ചോട്ടെ. പക്ഷേ അദ്ദേഹം വയനാട്ടിലെ മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയണ്ടേ, എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്, ഞാൻ വടക്കേ ഇന്ത്യയിൽ നിന്നാലേ എൻ്റെ രാഷ്ട്രീയത്തിന് സഹായകരമാവുള്ളൂ എന്ന് അദ്ദേഹം പറയാതെ 26 വരെ അദ്ദേഹം മറച്ചു വയ്ക്കുകയാണ്. ഇതെല്ലാം UDFനകത്ത് വലിയ അന്തഛിദ്രത്തിന് കാരണമായിട്ടുണ്ട്. LDFൻ്റെതാണെങ്കിൽ സ്ഥാനാർത്ഥി തന്നെ രാഹുൽ ഗാന്ധിയോട് യാചിക്കുക. അപ്പോൾ ഇതിവിടെ ജനങ്ങൾ ഈ പരിഹാസ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടിനെ ഈ രീതിയിലാണ് കാണുന്നത്. മാത്രമല്ല, വികസന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസ് പാർട്ടി ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. ഈ മണ്ഡലത്തിലുടനീളം പ്രചാരണം നടത്തുന്ന സമയത്തെ ആദ്യഘട്ടം മുതൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി മാറിയിട്ടുള്ളത്? നിലവിൽ അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഏറ്റവും പ്രധാനം വികസന പ്രശ്നങ്ങൾ തന്നെയാണ്. റെയിൽവേ ഇല്ലാത്ത എത്ര ജില്ലയുണ്ട്, കുടിവെള്ള പ്രശ്നമുണ്ട്, വന്യജീവികളുടെ പ്രശ്നമുണ്ട്, കർഷക ആത്മഹത്യകളുണ്ട്, മെഡിക്കൽ കോളേജില്ല, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, നല്ല റോഡുകളില്ല. ഞാൻ പോകുന്നിടത്തെല്ലാം, ഇപ്പോൾ കോളനികളായാലും പിന്നെ അതുപോലെ കുടിയേറ്റ കർഷകരുടെ വീടുകളായാലും പ്ലാന്റേഷൻ തൊഴിലാളികളുടെ പാടികളായാലും എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു പ്രശ്നം, അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. ഇത്രയും വികസനമില്ലാത്ത ഒരു മണ്ഡലവും ഇന്ത്യയിലില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ 5 കൊല്ലം ഇരുന്നിട്ടും ഒരു കാര്യവും നടന്നില്ല എന്നുള്ളത് വോട്ടർമാർക്കിടയിൽ വലിയ അമർഷമുണ്ട്. ഈ വയനാട്ടുകാർക്ക് വേണ്ടി എന്താണ് NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുന്നോട്ട് വെക്കുന്നത്? ഞാനൊരു 5-6 കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ടാണ് ഞാൻ ഒന്ന്, ഈ നഞ്ചൻകോട് റെയിൽ, നിലമ്പൂർ റെയിൽ, അത് ഞാൻ യാഥാർത്ഥ്യമാക്കും. ഇപ്പം തന്നെ സർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വന്യജീവി മനുഷ്യരും തമ്മിലുള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് കേന്ദ്രത്തിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നല്ല റോഡുകൾ വേണം, മെഡിക്കൽ കോളേജ്, ആസ്പിറേഷണൽ മെഡിക്കൽ കോളേജ് അവിടെ സ്കോപ്പ് ഉള്ളതാണ്, ഇവർ ആരും ആവശ്യപ്പെടാത്തതുകൊണ്ടാണ്. മെഡിക്കൽ കോളേജ്, അതുപോലത്തെ വിഷയങ്ങൾ, പിന്നെ കുടിയേറ്റ കർഷകരുടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഒന്ന് മാൽന്യൂട്രീഷൻ, കുട്ടികൾക്ക് സിക്കിൾ സെൽ അനീമിയ, അങ്ങനത്തെ ഒക്കെ വലിയ ദുരന്തങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ല സൗകര്യങ്ങളില്ല. ഇതൊക്കെയാണ് എൻ്റെ പ്രയോറിറ്റീസ്. ഇതിൽ നല്ല മോദി സർക്കാരിനോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ മലപ്പുറത്തും വരുന്നുണ്ട്. ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ. സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായ സംഘടനകൾക്ക് ആ നിലയിൽ സജീവമായി പ്രവർത്തിക്കുന്നവരുമാണ്. അവരുടെ ഒരു പിന്തുണയുടെ കാര്യത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മുസ്ലിം സ്ത്രീകളുടെ നല്ല പിന്തുണ ഞങ്ങൾ കിട്ടുന്നുണ്ട്. ഈ പല സ്ത്രീകളും ഞങ്ങളോട് പറയുന്നത്, ഇപ്പോൾ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. കാരണം പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ പറയുന്നത്, കല്യാണം കഴിച്ചു പോയാൽ ഇപ്പം മുത്തലാഖ് നിരോധനം വന്നതുകൊണ്ട് നല്ല ആശ്വാസമാണ്. പെൺകുട്ടികളുടെ നല്ല പിന്തുണ, സ്ത്രീകളുടെ നല്ല പിന്തുണ മോദി കിട്ടുന്നുണ്ട്. മറ്റൊരു കാര്യം, മോദി സ്കീമുകളെല്ലാം വളരെ അധികം മുസ്ലിം സമാജം വളരെയധികം അത് നേടിയിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയാണ് മുദ്ര വായ്പയിൽ നമ്പർ 1, ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ. അവരെല്ലാം എല്ലാ സ്കീമുകളും നല്ല സമുദായത്തിന് കിട്ടിയിട്ടുണ്ട്. പാവപ്പെട്ടവർ കിസാൻ സമ്മാൻ നിധി,
ഇതെല്ലാം വളരെയധികം ഗുണം ചെയ്യും. മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഈ സമുദായ സംഘടനാ നേതാക്കൾ ജിഫ്രി തങ്ങളെയും AP ഹുസൈനെയൊക്കെ കാണുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നു. പക്ഷേ BJP നേതാക്കൾ അത്തരമൊരു ശ്രമം നടത്തിയിരുന്നു. അതെന്താ? ഞാൻ പറഞ്ഞല്ലോ, ഈ മോദി സർക്കാരിനെ അടുത്ത് അറിഞ്ഞവരിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചത്. തങ്ങന്മാരൊക്കെ ഇങ്ങനെ അവരെ കാണണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ നേതാക്കന്മാരും പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ചിലരൊക്കെ ഇങ്ങോട്ട് തന്നെ വിളിച്ച് പിന്തുണ നൽകിയിട്ടുണ്ട്. കാരണം ഡെവലപ്മെൻറ്റാണ് അൾട്ടിമേറ്റ്ലി ജനങ്ങൾ ഈ തങ്ങളെന്ത് പറയുന്നു, ജിഫ്രി തങ്ങൾ എന്ന് പറയുന്നു, അല്ലെ ആ തങ്ങൾ എന്ത് പറയുന്നു നോക്കിയിട്ടൊന്നുമല്ല വോട്ട് ചെയ്യുന്നത് അവരുടെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് മോദി ഗ്യാരണ്ടി എല്ലാവരെയും സ്പർശിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളിലും അത് എത്തിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അവസാനമായി മണ്ഡലത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ വയനാടാണെങ്കിലും നിലമ്പൂർ ഉൾപ്പെടുന്നത് മലയോര മേഖല എന്ന തരത്തിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങൾ അടിസ്ഥാനപരമായ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ ആ നിലയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് എന്താണ്? ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രധാനം. കാരണം ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഒരു MP സാമീപ്യം ഇല്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വയനാട്ടിൽ 10 വർഷം ഉണ്ടായിരുന്ന ആളാണ്. തൊട്ടടുത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കിവിടെ നിൽക്കാൻ കഴിയും. അത് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതല്ല. ഇത്തവണ വയനാടിനെ ദത്തെടുക്കണം. വയനാടിൻ്റെ പ്രശ്നങ്ങളെല്ലാം മോദി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പരിഹരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ മത്സരിക്കാൻ വന്നത്. അതുകൊണ്ട് വന്നു പോകുന്ന ഏർപ്പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് പെർമനൻറ്റ് വിസയാണ്. മറ്റുള്ള 2 പേരും വിസിറ്റിംഗ് വിസയിൽ വന്നവരാണ്, അവരുടനെ പോകുമെന്നുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സജീവ പ്രചാരണ പ്രവർത്തനങ്ങളുമായി വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി ശ്രീ KS സുരേന്ദ്രൻ മുന്നോട്ട് പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.